ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. വെൽക്കം ടു മൈ വ്ളോഗ്. എൻ്റെ വാൾമാർട്ടിലൊരു ഡേ ഇൻ മൈ ലൈഫ് ഇന്ന് നിങ്ങളെ കാണിക്കാം. യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഓരോ വട്ടം വിചാരിക്കുമ്പോഴും ഞാൻ എടുക്കുന്ന ഒരു വീഡിയോകളാണ് നേരത്തെ കണ്ടത്. അന്നതൊന്നും നടക്കാണ്ട് പോയെങ്കിലും ഇന്നെങ്കിലും അതിനെല്ലാം ഒരു പരിസമാപ്തിയായി. ഇന്ന് നമുക്ക് വാൾമാർട്ടിൽ എൻ്റെ പണികളൊക്കെ ഒന്ന് കാണാം. കാനഡയിൽ എത്തി 3 മാസത്തിന് ശേഷമാണ് എനിക്ക് വാൾമാർട്ടിൽ ജോലി കിട്ടണത്. വാൾമാർട്ടിൽ പെട്ടെന്ന് ജോലി കിട്ടിയതുകൊണ്ട് തന്നെ പിന്നെ സ്റ്റഡീസ് കഴിയണവരെ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒമ്നി കസ്റ്റമർ ഫുൾഫിൽമെൻറ്റ് അസോസിയേറ്റ് എന്നാണെങ്കിലും അത്രയ്ക്ക് കനമൊന്നും വേണ്ട. ഓൺലൈൻ ഓർഡേഴ്സ് വരുന്നത് നമ്മൾ പിക്ക് ചെയ്ത് കൊടുക്കുക, അതാണ് ഞങ്ങളുടെ മെയിൻ പണി. നമുക്ക് വരുന്ന ഓൺലൈൻ ഓർഡേഴ്സ് വാൾമാർട്ടിൻ്റെ മുക്കിലും മൂലയിലും പോയി കണ്ടുപിടിച്ച് സാധനങ്ങളെല്ലാം എടുത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവന്ന് വെച്ച് അത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തിക്കുക, അതാണ് നമ്മുടെ പണി. കേൾക്കാനും ചെയ്യാനും ഒക്കെ അടിപൊളി പണിയാണെങ്കിലും ആഴ്ചയിൽ 5 ദിവസം 8 മണിക്കൂർ വെച്ച് ഈ പണി ചെയ്യുമ്പോഴത്തേനും നമ്മുടെ നടുവ് ഏകദേശം ഒരു തീരുമാനത്തിലാവും. പക്ഷെ ഞങ്ങളുടെ സ്റ്റോർ ഭയങ്കര തിരക്കുള്ള സ്റ്റോർ ആയതുകൊണ്ടും കുറേ ഓർഡേഴ്സ് വരുന്നതുകൊണ്ടും 8.5 മണിക്കൂറിൻ്റെ ഷിഫ്റ്റ് എപ്പോൾ തീരുമെന്ന് ചോദിച്ചാൽ മതി. ഈ കാണുന്ന കാർട്ടിൽ ഓരോ കസ്റ്റമേഴ്സിൻ്റെ നെയിമുണ്ട്. അതിനനുസരിച്ച് അവരുടെ സാധനങ്ങൾ നമ്മൾ അവർക്ക് സ്കാൻ ചെയ്ത് വെക്കുക. സംഭവം സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് ഒരു ഊഹമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമുള്ള പണിയാണ്. സമയം പെട്ടെന്ന് പോകും. പക്ഷേ ഈ കാർട്ട് എന്തെന്ന പരിപാടി കാണുന്ന പോലെ അത്ര സിമ്പിൾ കാര്യമല്ല. പിന്നെ സാധനങ്ങളെല്ലാം നമ്മൾ പിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ കാർട്ടിന് ഏകദേശം നല്ലൊരു വെയിറ്റ് ആവും. പിന്നെ ഇത് എല്ലാം തള്ളിക്കൊണ്ടുപോയിട്ട് മേലെ കൊണ്ട് വെക്കുമ്പോഴത്തേനും നമ്മുടെ നടുവിന് ഏകദേശം ഒരു പണിയൊക്കെ കിട്ടിക്കോളും. പിന്നെ എല്ലാ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും ഇതിനേക്കാളും വളരെ ബുദ്ധിമുട്ടുള്ള ജോലികൾ ഇവിടെ എല്ലാവരും ചെയ്യുന്നതുകൊണ്ടും ഈ ജോലി കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഈ വീഡിയോ ക്ലിപ്സ് എല്ലാം എൻ്റെ 1.5 വർഷത്തെ വാൾമാർട്ട് ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുത്തു വെച്ച വീഡിയോ ക്ലിപ്സാണ്. കഴിഞ്ഞ ഷോർട്സോടെ ഞാൻ എൻ്റെ ഷോർട്സ് ജീവിതം തന്നെ നിർത്തണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ അതിൻ്റെ താഴെ വന്ന 2 കോമൻസ് ആണെങ്കിലും 2 കോമൻസ് അവരുടെ ആ ഒരു അപ്രിസിയേഷൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിനെയും കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.